നമസ്കാരം. ഇന്ത്യയെ തൊട്ട പാകിസ്ഥാന്റെ അനുഭവം ആരും മറക്കാനിടയില്ല. കാരണം ഇന്ത്യൻ സ്ത്രീകളുടെ സിന്ദൂരത്തെ മായ്ച്ചു കളഞ്ഞതിന് ഇന്ത്യ കണക്കു തീർത്തു കൊടുത്തതാണ് ഓപ്പറേഷൻ സിന്ദൂർ. അതിലൂടെ ഇന്ത്യ പാകിസ്ഥാന് നൽകിയ തിരിച്ചടി പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും കരുതാത്തതായിരുന്നു. മിസൈൽ മഴകളും പാകിസ്ഥാനെ അടപടലം തകർത്തു വാരുന്നതായിരുന്നു ഇന്ത്യയുടെ നിലപാട്. ഒടുവിൽ ഇന്ത്യയുടെ നടപടിയിൽ കരഞ്ഞു കാൽ പിടിക്കുകയായിരുന്നു പാകിസ്ഥാൻ. എന്നാൽ അന്നു മുതൽ ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ നടക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അവസരം കിട്ടുമ്പോഴൊക്കെ വെടിനിർത്തലിന് പിന്നിൽ താനാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ ട്രംപ് എന്നും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഇപ്പോ അതാ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ സൈനിക സംഘർഷം അവസാനിപ്പിച്ചതിന് പിന്നിൽ താനാണ് എന്ന് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇരു രാജ്യങ്ങൾക്കും മേൽ വാണിജ്യ ഉപരോധം ഏർപ്പെടുത്തുമെന്നുള്ള തന്റെ ഭീഷണിയാണ് ഒരു യുദ്ധം ഒഴിവാക്കിയത് എന്നാണ് ട്രംപിന്റെ അവകാശവാദം. അതായത് ഇന്ത്യ അടിയറവ് പറഞ്ഞത് ട്രംപിന്റെ താരിഫ് സമ്മർദ്ദത്തിന് മുന്നിലാണ് എന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ട്രംപ് മനസ്സിലാക്കാതെ പോകുന്ന ഒരു സത്യമുണ്ട്. ഒരു സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാത്തവരാണ് ഇന്ത്യക്കാർ. പിന്നെയാണ് ട്രംപിന്റെ താരിഫ് സമ്മർദ്ദത്തിന് മുന്നിൽ വഴങ്ങാൻ. അവിടെയാണ് ട്രംപിന് തെറ്റിയിരിക്കുന്നത്. എന്തായാലും പീസ് ഓഫ് ബോർഡിന്റെ ആദ്യ യോഗത്തിലാണ് ട്രംപിന്റെ അവകാശവാദം എത്തിയത്. ഇന്ത്യ പാക് സംഘർഷ സമയത്ത് 11 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതായും ട്രംപ് കൂട്ടിച്ചേർത്തു. യുദ്ധവിമാനങ്ങളുടെ കാര്യം ട്രംപിന്റെ ഏറ്റവും പുതിയ അവകാശമാണ്. എന്തായാലും ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ചെയ്താൽ ഓരോ രാജ്യത്തിനും 200% തീരുവ ഏർപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇരു രാജ്യങ്ങളും യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു എന്നും, എന്നാൽ പണത്തിന്റെ കാര്യമെത്തിയപ്പോൾ വലിയൊരു തുക നഷ്ടപ്പെടുമെന്ന സാഹചര്യം എത്തിയപ്പോൾ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന സ്റ്റാൻഡിൽ അവരെത്തി. വ്യോമ പോരാട്ടങ്ങൾ നടക്കുകയും നിരവധി വിമാനങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്തതോടെ ഈ സംഘർഷം അപകടകരമായ ഘട്ടത്തിലെത്തിയെന്നാണ് ട്രംപ് പറഞ്ഞത്. സംഘർഷത്തിനിടെ 11 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചെന്നും അവ വിലയേറിയ വിമാനങ്ങളാണ് എന്നാണ് ട്രംപ് അവകാശപ്പെട്ടത്. ആ യുദ്ധം ആളിക്കത്തിയില്ല എന്നു മാത്രമല്ല, വിമാനങ്ങൾ വെടിവെച്ചിടുന്നു. അത് ഒന്നും രണ്ടുമല്ല, 11 വിമാനങ്ങളാണ് വെടിവെച്ചിട്ടത്. അത് വളരെ വില കൂടിയ വിമാനങ്ങൾ കൂടി. അതോടെ ഞാൻ അവരുമായി ഫോണിൽ സംസാരിച്ചു എന്നും എനിക്ക് അവരെ രണ്ടുപേരെയും നന്നായി അറിയാമായിരുന്നു എന്നും. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എനിക്ക് നന്നായി അറിയാമായിരുന്നു. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. നിങ്ങൾ ഇത് പരിഹരിച്ചില്ല എങ്കിൽ ഞാൻ നിങ്ങളുമായി വ്യാപാര കരാറിൽ ഏർപ്പെടില്ല എന്നായിരുന്നു താൻ മുന്നോട്ട് വെച്ച ഭീഷണി. അതോടെ പ്രശ്ന പരിഹാരമായി എന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. ഇവിടം കൊണ്ടും ട്രംപിന്റെ തള്ളൽ തീർന്നില്ല. അതിർത്തിയിലെ പിരിമുറുക്കം കൈവിട്ടുപോയ സാഹചര്യത്തിൽ നിർണായക ഇടപെടൽ നടത്തി 2.5 കോടി ജീവൻ രക്ഷിച്ചതിൽ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെ പരസ്യമായി പ്രശംസിച്ചതായും ട്രംപ് കൂട്ടിച്ചേർത്തു.